എൻ്റെ ഇന്ദുജ. ഞാനും ഇന്ദുജയും വർഷങ്ങളായി സുഹൃത്തുക്കളായിരുന്നു. സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ക്ലോസ് ആയിരുന്നു ഞങ്ങൾ. ഒരു ജോലി നേടിയതിനു ശേഷം കല്യാണം കഴിച്ചാൽ മതിയെന്നായിരുന്നു അവൾക്ക്. പക്ഷേ ജോലി ലഭിക്കുന്നതിന് മുന്നേ തന്നെ അവളുടെ കല്യാണം കഴിഞ്ഞു. ലിജിൻ, അതായിരുന്നു അവളുടെ ഭർത്താവിന്റെ പേര്. അമ്മേ. ആഹാ, മോൾ എഴുന്നേറ്റ് വന്നോ? എത്ര പെട്ടെന്ന്? കുളിക്കുമായിരുന്നു. അയ്യോ, ഇത്ര നേരത്തെ ഒന്നും എഴുന്നേക്കണ്ടായിരുന്നു. ഇന്നലെ ഒത്തിരി ഉറക്കളഞ്ഞ് പഠിച്ചതല്ലേ. മക്കള് പോയോ? അമ്മ ചായ എടുത്തോണ്ട് അങ്ങോട്ട് വരാം. അമ്മ മാറിക്ക, ഞാൻ ഉണ്ടാക്കാം ചായ. വേണ്ട, ലിജിൻ എഴുന്നേറ്റാ മോളെ? ആ, ഒരുങ്ങിക്കൊണ്ടിരിക്കുക. എന്നിട്ടാണ് ചേച്ചി ഇവിടെ നിൽക്കുന്നത്? റൂമിലേക്ക് പോവാ ചേട്ടന്റെ അടുത്തേക്ക്. അമ്മ ഞാൻ ഉണ്ടാക്കാം. വേണ്ട, ചായക്ക് ഞങ്ങളെ കൊണ്ട് വന്നോളാം. ചെല്ലേ, അമ്മ ഉണ്ടാക്കിയോണ്ട് വരാം. ചെല്ലേ. ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് പ്രതീക്ഷകളോടെ ലിജിനുമായുള്ള അവളുടെ ജീവിതം ആരംഭിച്ചു. ഏട്ടന് ഇത്ര പെടുന്ന റെഡിയായോ? പിന്നെ നീ റെഡി കഴിഞ്ഞില്ലേ? ഞാൻ റെഡിയായി. ഒരു 2 മിനിറ്റ്. സുന്ദരിയാണല്ലോ. അങ്ങോട്ട് മാറി നമുക്ക് പോണ്ടേ? നമുക്ക് പോണ്ടേ? എങ്ങോട്ടാ പോകുന്നേ? അതൊക്കെ ഒരു സർപ്രൈസ് അല്ലേ? എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടാ പോകുന്ന പറ. അതൊക്കെ ഒരു സർപ്രൈസ് അല്ലേ? എന്നാലും പറ. അതൊക്കെ പറയാം, സമയമുണ്ടല്ലോ. എന്താ ഇത്ര വലിയ സർപ്രൈസ്? അരികിൽ പതിയിടനെഞ്ചെല്ലാരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീണം. മഴയേ പുണരും പൂവിൻ മൗനം, ഇതൾ വിരിയും ഈരാവിൻ നിറമോഹം. മനമറിയാതെ തിരയുകയോ നീ എൻ്റെ ഉള്ളം. നിന്നിൽ ഞാൻ മൗനമായി അലിയും അനുരാഗം. നിന്മേ തൊട്ടു പൂമേടത്തോറും കാറ്റായി നീളേ നിന്നോടൊന്നു ചേരാൻ തുടിക്കും മോഹം. അരികിൽ പതിയിടനെഞ്ചെല്ലാരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും വിവാഹം കഴിഞ്ഞ ശേഷം അവളെ സന്തോഷവതിയായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആ സന്തോഷ ദിവസങ്ങൾക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല.
മതി. ശ്ശേ, ഇതെന്തോ നീ കാണിച്ചേ? നോക്കി ഒഴിക്കണേ. എടാ, ഞാൻ- നിനക്ക് എവിടുന്ന് കിട്ടി ലിജിനെ ഇതിനെ? എന്തോരം നല്ല ആലോചനകൾ വന്നതാ, അതും ഇതിനേക്കാളും കാണാൻ ഭംഗിയുള്ളത്. ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ കാര്യം? നിന്റെ വിധി. കഴിക്കും. ഇടയ്ക്ക് ലിജിന് അവളോട് ദേഷ്യവും അകൽച്ചയും കൂടിക്കൂടി വന്നു. മിക്ക ദിവസങ്ങളിലും അവളെ നന്നായി തല്ലാൻ തുടങ്ങി. എടി കൊച്ചേ, ഓ, ഒരു പാത്രം ഞാൻ എടുത്തോണ്ട് വന്നേ. ആ, അരി വന്നോന്ന് നോക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നേ. ഞാൻ നോക്കിയായിരുന്നു. അമ്മ ഹോട്ട് ബാഗ് ഉണ്ടോ? എന്തിനാ ഇപ്പൊ ഹോട്ട് ബാഗ്? ഭയങ്കര വയറുവേദനയാ. ഓ, ഇവിടെ ആർക്കും വയറുവേദന വരാത്ത പോലെ. നീ കണ്ടോടി ഹോട്ട് ബാഗ്? ഞാനൊന്നും കണ്ടില്ല. ഉണ്ടെങ്കിൽ പറയാമ്മേ. എന്താടി പ്രശ്നം? വയറുവേദനയാ, ഹോട്ട് ബാഗ് ചോദിച്ചാ. ശരി, അത്രേ ഉള്ളൂ. അത് വല്ല ഗ്യാസിന്റെ പ്രശ്നമായിരിക്കും. ആ റൂമിൽ ഗുളിക്കുണ്ടാവല്ലോ, എടുത്ത് കഴിച്ചൂടെ? അതിന് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? നിന്റെ ശബ്ദം എന്താടി വല്ലാതിരിക്കുന്നേ? എടി ഒന്നുമില്ലടി, രാവിലെ തൊട്ട് ഭയങ്കര വയറുവേദന. ആണോ? നീ ഓക്കെ അല്ലേ? ഓക്കെ അടി, ഞാനെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്ന പോലെ തോന്നി. ലിജിനുമായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ? ഏട്ടൻ ഞാൻ പറഞ്ഞാലും അപ്പുറത്തേക്ക് ഒന്നുമില്ല. എടി എനിക്ക് ഒട്ടും വയ്യ, ഞാൻ എന്നാ കിടക്കട്ടെ. ഞാൻ നാളെ വിളിക്കാം. ആ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ബൈ. ഉറങ്ങിയ ഏട്ടാ എനിക്ക് വയ്യാന്ന് പറഞ്ഞതല്ലേ, ഒന്ന് മാറിക്കിടക്ക് പ്ലീസ്. ഒന്ന് കിടന്നോട്ടെ ഏട്ടാ പ്ലീസ്. ഇതെന്താ എല്ലാ ദിവസവും തന്നെയല്ലേ? ഏട്ടാ ഒന്ന് മാറിക്കിടക്ക്, എനിക്ക് വയ്യാന്ന് പറഞ്ഞതല്ലേ. എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണേ? വയ്യാത്തപ്പോൾ പോലും കിടക്കാൻ പറ്റില്ല. എനിക്ക് എന്താ ഭ്രാന്താണോ? എനിക്ക് വയ്യാന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്താടി നിനക്കെന്താ ഞാൻ അടുത്തൊന്നാ പറ്റില്ലേ? പറ്റില്ല നിനക്ക്? ഇനി വല്ല മറ്റവന്മാരുണ്ട് നിനക്ക്? എന്തിനു കൊള്ളാടി തന്നെ? മെലിഞ്ഞാണെങ്കിൽ ഒരു കോലവും. എടി നിന്റെ അടുത്തേക്കൊക്കെ ഞാൻ അടുത്തേക്ക് വരും തന്നെ വലിയ കാര്യ. മനസ്സിലായത് നിനക്ക്? എടി ഒരു ജോലി ഉണ്ട് നിനക്കൊക്കെ. കാലത്തന്നെ കെട്ടുറങ്ങി പോകണ്ടല്ലോ ഇവിടുന്ന് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട്. ആരും കൂടെ കിടക്കാനടി? മര്യാദയ്ക്ക് സംസാരിക്കണം. താൻ രാവിലെ പോകുന്നുണ്ടല്ലോ, എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് കരുതരുത്. നിനക്ക് മനസ്സിലായി? എനിക്ക് എടി ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ എനിക്ക് നിന്നോട്ട് നല്ല പെണ്ണിനെ കിട്ടും. മനസ്സിലായി നിനക്ക്? മനസ്സിലായത്? ഏട്ടാ എന്തടി? എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ ഇറക്കോ? വേണേ നടന്നു പോടി. നിന്നെ ഞാൻ എൻ്റെ ഈ വണ്ടിയിൽ പിന്നിലെടുത്ത് കൊണ്ടുപോകാനാ. അത്രക്കൊന്നും നീ ആയിട്ടില്ല.
മനസ്സിലായ? ആ പിന്നെ ഒരു കാര്യം, പോണതൊക്കെ കൊള്ളാം, പക്ഷെ പോയി കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ നിന്നാൽ മതി, ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ നിൽക്കണ്ട. അമ്മ ഡേ അമ്മ അമ്മയ്ക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഞാൻ എന്നെ പറയാനാ, ഗവൺമെന്റ് ജോലിക്കാരനെ അവനെ നിന്നേക്കാൾ നല്ലൊരു ബന്ധം കിട്ടിപ്പോയനെ അല്ലേടി? പിന്നല്ലാതെ ചേട്ടന് നാണക്കേടായിരിക്കും നിന്നെ കൊണ്ടുപോവാൻ, അത് നീ മനസ്സിലാക്കണം. ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം കിട്ടിയെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചറിഞ്ഞു അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അസ്തമിച്ചു തുടങ്ങിയെന്ന്. ലിജിൻ്റെയും അമ്മയുടെയും ലിസിയുടെയും പീഡനങ്ങൾ സഹിച്ച് അവൾ ആ വീട്ടിൽ തന്നെ തുടർന്നു. ഞങ്ങൾ സുഹൃത്തുക്കൾക്കിടയിലെ ആൺകുട്ടിയായിരുന്നു അവൾ. നല്ല ബോൾഡായ പെൺകുട്ടി, നന്നായി പ്രതികരിക്കുന്നവൾ. അവൾക്കൊരു പ്രശ്നമുണ്ടായാൽ ഞങ്ങൾ സുഹൃത്തുക്കളോടോ ഇല്ലെങ്കിൽ അത് അവളുടെ വീട്ടിലോ ഷെയർ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷെ നരകതുല്യമായ അവളുടെ ജീവിതം തുടർന്നു, ആരും അറിയാതെ. ഹലോ ഏട്ടാ, ഞാൻ ആ വീടിൻ്റെ മൂലയ്ക്ക് എങ്ങാനും കിടന്നോളാം, ആരും ശല്യം ചെയ്യില്ല പ്ലീസ്. ഹോസ്റ്റലിലെ ഫുഡൊന്നും ശരിയാവാത്തോണ്ടാ. അതെ, നീ ഒരു കാര്യം ഓർത്തോ, നീ ആ വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ വീട്ടിലുണ്ടാവില്ല, മനസ്സിലായോ? ഏട്ടാ ഇങ്ങനെ ഒന്നും പറയല്ലേ, ഒന്ന് പറയുന്നേക്ക് പ്ലീസ്. ഒന്ന് വെച്ചിട്ട് പോടി. ഡി ആ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. എന്താ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല അച്ഛാ, ചേട്ടനും ചേച്ചിയും പ്രശ്നം ഉണ്ടാവാറില്ലേ, അച്ഛനും അമ്മയും പ്രശ്നം ഉണ്ടാവാറില്ലേ? അങ്ങനെ ഒരു ചെറിയ സൗന്ദര്യപ്പണക്ക് അത്രേ ഉള്ളൂ, അത് ഞാൻ ഡീൽ ചെയ്തോളാം അച്ഛാ. മോളെ, എന്തെങ്കിലും സീരിയസ് പ്രശ്നമാണെങ്കിൽ അച്ഛൻ സംസാരിക്കാം. വേണ്ട അച്ഛാ, ഞാനും ഏട്ടനും തമ്മിലുള്ള പ്രശ്നത്തിനിടയ്ക്ക് മൂന്നാമതൊരാൾ ഇടപെട്ടാൽ ശരിയാവൂല, ഇത് വീണ്ടും മോശമാവത്തുള്ളൂ. അച്ഛൻ എന്നെ അറിഞ്ഞൂടെ? ഞാനിത് നന്നായി ഡീൽ ചെയ്തോളാം, നീ ഒന്ന് പറയേ. അച്ഛൻ ഒന്ന് പുറത്തു വിട്ട് വരാം. ഈ പ്രശ്നമൊന്നുമില്ല, നീ വിശ്വസിക്കേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് പറയില്ലേ? ഒന്നുമില്ല, എനിക്ക് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ ഇന്ദു ഫോണിൽ പറയുന്ന വിവരങ്ങൾ മാത്രമായിരുന്നു എനിക്ക് അറിയാവുന്നത്. അവർ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലിജിൻ ഇത്തിരി മുൻകോപക്കാരനാണെന്നും അവൾക്കൊരു ജോലി കിട്ടിയാൽ എല്ലാം ശരിയാവുമെന്നും അവൾ എന്നോട് പറഞ്ഞിരുന്നു. അത് ഞാൻ വിശ്വസിച്ചു. ഇരുപത്തിനാല് മണിക്കൂർ ഫോണിലാ. നിനക്ക് അടുക്കള വേറെ പടിയൊന്നും ഇല്ല വേണ്ടേ? പോയി പടി എടിയെന്ന് വരും. അമ്മ ചുമ്മാ ഇരുന്നേ. ഒരു ദിവസം, അതായത് ഇന്ദുവിൻ്റെ കഴിഞ്ഞ പിറന്നാൾ ദിവസം, നവംബർ 12-ന് ഞാൻ അവളെ കാണാൻ പോയി. ഇന്ദു ഇല്ല അമ്മേ? നീ ഏതാ കൊച്ചേ? ഞാൻ അവളുടെ ഫ്രണ്ടാ. എന്താ കാര്യം? ഇന്ന് അവളുടെ ബർത്ത്ഡേ അല്ലേ, ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഓ, ഇനിയിപ്പോ ഇവളുടെ ബർത്ത്ഡേയും കൂടെ ആഘോഷിക്കാത്തത് ഒരു കുറവേ ഉള്ളൂ ഈ വീട്ടില്. അങ്ങോട്ട് ചെല്ലും, അവിടെ പോയി ഒന്ന് വിളിച്ചാൽ മതി.
ഇപ്പൊ ഇറങ്ങി വരും. കിടന്നുറക്കാൻ തോന്നുന്നു കെട്ടിലമ്മ. ചെല്ല് ചെല്ല്. അവളുടെ ബർത്ത്ഡേ ആണ് അമ്മ ഇന്ന്. അവിടെ ബർത്ത്ഡേ ആണേലും അടിയന്തരം ആണേലും നമുക്കെന്നാ? നീ നിന്റെ പണി നോക്കി പോകണ്ടേ? ലിജിൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും പെരുമാറ്റവും സംസാരവും എനിക്ക് തീരെ ഇഷ്ടമായില്ല. അവരുടെ പെരുമാറ്റം കണ്ട് തിരിച്ചു പോരാൻ തോന്നിയെങ്കിലും അവിടം വരെ എത്തിയ സ്ഥിതിക്ക് ഇന്ദുവിനെ കാണാമെന്ന് തീരുമാനിച്ചു. എടി ഓ ചുമ്മാതല്ല നിന്റെ അമ്മായിയും ഇത്ര കലിപ്പ്. നീ ഇവിടെ പൊച്ചുകൂടി കിടന്ന് ഉറങ്ങുവാണോ? എടീച്ചേ ഡി എഴുന്നേക്ക് ഡി. ഓ ഇനി ബർത്ത്ഡേ ആയിട്ട് ഞാൻ വിഷ് ചെയ്തില്ലൊന്നും വേണ്ട. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഡി ഡി എഴുന്നേക്ക്. ഡി എന്താ പറ്റിയ പറ. എന്താ പറ്റിയ? മടുത്തടി. എന്ത് പറ്റി? അറിയല്ലേ കരയാതിരിക്കേ. എന്ത് പറ്റിയെന്ന് പറ. കരയല്ലേ, എന്ത് പറ്റിയെന്ന് പറ. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അവൾ പറഞ്ഞ ഓരോ സംഭവങ്ങളും കേട്ട് എൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. എനിക്കും സങ്കടം താങ്ങാനായില്ല. അത്രയ്ക്കും ക്രൂരതകൾ നിറഞ്ഞതായിരുന്നു അവൾ കടന്നുപോയ ഓരോ ദിവസങ്ങളും. അമ്മ കഴിച്ചായിരുന്നോ? ഓ എനിക്കങ്ങ് വിശപ്പില്ലടാ, നീ കഴിക്ക. അവളോ ലിസിയോ? ആ അവള് കഴിച്ചിട്ട് മുകളിലോട്ടെങ്ങാണ്ട് കയറി പോയിട്ടുണ്ട്. പറഞ്ഞ പോലെ ഇന്ദു വന്നില്ലല്ലോ, അവള് കഴിച്ചില്ലേ? എനിക്കൊന്നും അറിയില്ല. അതെന്താ നീ അന്വേഷിച്ചില്ലേ? ശരി, ഇപ്പൊ ഞാനെന്തിനാ അന്വേഷിക്കണേ? അവൾക്ക് വിശക്കണേ അവളൊന്നും എടുത്ത് കഴിച്ചോളും. ആ കൊള്ളാം, കുറച്ചുകൂടെ കഴിക്കും. ഒരു ദോശ തരട്ടെ? കഴിക്കടാ. മതി. ഇച്ചിരി സാമ്പാറൂടെ കഴിക്കും. മതി കഴിക്കേ. അതെ, ഒരു ദോശ തരട്ടെ? പല ദിവസങ്ങളിലും അവൾ ആ വീട്ടിൽ പട്ടിണിയായിരുന്നു. എല്ലാ രാത്രികളിലും കരഞ്ഞു കരഞ്ഞ് എപ്പോഴോ തളർന്നുറങ്ങിയിരുന്നു. കരയല്ലേ. മാറങ്ങോട്ട്. എന്തടി? എനിക്ക് ഇഷ്ടമല്ല. നിനക്കെന്താ പ്രശ്നം? ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. അതിന് നിന്റെ ഇഷ്ടമൊക്കെ ആർക്ക് വേണടി? അവിടെ ഞാനൊരു പൊട്ടിയ. ഞാൻ ചേട്ടൻ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അങ്ങേർക്ക് എൻ്റെ ഇഷ്ടങ്ങൾ അറിയണ്ട, ആഗ്രഹങ്ങൾ അറിയണ്ട, ഞാൻ കഴിച്ചോന്നോ ഉറങ്ങിയോന്നോ ഒന്നും അറിയണ്ട. പിന്നെന്താ വേണ്ടെന്നറിയോ? എൻ്റെ ശരീരം മാത്രം മതി. ആദ്യമൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എനിക്ക് ഉറപ്പായി മാത്രം മതി, മാത്രം മതി. ഞാൻ വലിഞ്ഞു കയറി വന്നോന്നല്ല, നല്ല അന്തസ്സായിട്ട് തന്നെ എന്റെ അച്ഛനെ കെട്ടിച്ചു വിട്ടെ. എന്തോന്ന് അന്തസരി? നിന്റെ തന്ത എന്ത് തന്നൂന്നാ? എടി നക്കാപ്പിച്ച സ്വർണവും തന്ന് നിന്റെ തന്തന്റെ തലയെ കെട്ടി വെച്ചല്ലോ നിന്നെ. കൊണ്ട പെണ്ണൊന്നു പോലും തോന്നാത്തൊരു സാധനം. പെണ്ണൊക്കെ തന്നെയാണ്, പക്ഷെ കാണാനൊന്നും ഇല്ലല്ലോടി. നിനക്ക് പെണ്ണായിട്ട് തോന്നില്ല അല്ലേ? പിന്നെ എന്തിനാണ് രാത്രി വരുന്നേ? ഈ പൊന്ന നീ എന്തോ കാഴ്ച കാണാൻ നിക്കടി? നീ എന്തിനാ ചിരിച്ചേ? കൂടുതൽ നിന്റെ അമ്മനെ ഇവരെ ഞാൻ കോടതി കയറ്റും. കേസും കൊണ്ട് നീ ഒറ്റക്ക് നടക്കത്തേ ഉള്ളൂ. ഇവിടെ നിന്ന് ആരെയും നീ കൂട്ടിന് പ്രതീക്ഷിക്കണ്ട.
നിനക്കറിയോ എൻ്റെ ഫോണിൽ ഓരോ കോണ്ടാക്റ്റും അയാൾ എന്നെ കൊണ്ട് വിളിപ്പിക്കും, എന്നിട്ട് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് കേൾക്കും. ഞാൻ ഫോൺ വിളിക്കാൻ സമ്മതിക്കാൻ അയാളുടെ ഫോൺ എടുത്ത് അയാൾ സംസാരിക്കും. ഞാൻ എന്ത് ചെയ്തിട്ടാന്ന് അറിയില്ല. എൻ്റെ വാട്സപ്പ് പോലും അയാളുടെ ഫോണിൽ കണക്റ്റഡാ. ഞാൻ എന്തോ ഭയങ്കര വലിയ തെറ്റ് ചെയ്ത പോലെയാ. നീ നിർത്ത്. എനിക്കറിയാം, നിന്നെ അറിയുന്ന എല്ലാവർക്കും നിന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ. നീ അതൊക്കെ വിട്. നീ വല്ലതും കഴിച്ചോ? എന്നാ വാ, നിന്റെ കൈ കൊണ്ട് എനിക്കൊരു ചായ ഉണ്ടാക്കി തരാം. അത് നീ പോയിട്ട് മോൻ കഴുകിട്ട് വാ. പോ എന്നേക്ക്. ഡി, ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ നോ പറയരുത്. ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാനല്ലേ? എന്താ സംശയം? നീ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. ഞാൻ പോരും, എൻ്റെ കൂടെ തന്നെ പോന്നോളണം. ഇല്ലടി, ഞാൻ വരൂല. ഒരു ജോലി ഇല്ലാന്ന് പറഞ്ഞിട്ട് ഈ ലിജിനും വീട്ടുകാരും എത്ര എന്നെ ഉപദ്രവിച്ചു എന്നറിയോ, പരിഹസിച്ചു എന്നറിയോ? നീ ഇവരുടെയൊക്കെ മുന്നിൽ ഒരു ജോലി വാങ്ങാതെ ഞാൻ വരില്ല. ജോലി ഇപ്പൊ നിന്റെ വീട്ടിൽ നിന്നാലും വാങ്ങാലോ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. നീ എനിക്കൊരു വാക്ക് തരണം. അച്ഛനോടും ചേച്ചനോടും ഇത് പറയരുത്. നോക്കാം. ഓ, എന്നാലും ഇത് കുറച്ച് കൂടിപ്പോയടി. ഞാനങ്ങനെ ആയിരുന്നെങ്കിൽ. ഹലോ, മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ദിയല്ലേ? അതെ. നാളെ രാവിലെ 11 മണിയാകുമ്പോ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഇന്ദുജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഓക്കെ മാഡം, തീർച്ചയായിട്ടും വരാം. ആ ശരി, ഓക്കെ. ഓക്കെ. ഞാൻ അവിടെ പോയി ഇന്ദുവിനെ കണ്ടു എന്ന് ലിജിൻ അറിഞ്ഞ ശേഷം അവൾ അനുഭവിച്ച പ്രശ്നങ്ങളും വിഷമങ്ങളും ചെറുതായിരുന്നില്ല. നിന്നെ കാണാൻ നിന്റെ മറ്റോട് എങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു? ഇവിടെ നിന്നെ കാണാൻ നിന്റെ മറ്റോട് അങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നോ ചോദിച്ചാ ഞാൻ. ആ വന്നിരുന്നു, അതിനിപ്പോ എന്താ? എന്താണ് നീ അവളോട് പറഞ്ഞു കൊടുത്തത്? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ എന്ത് പറയാനാ? ഞാനത് വിശ്വസിക്കണം അല്ലേ? ഫോൺ വിളിക്കണേ അവളെ. വിളിക്കാനൊന്നും പറ്റത്തില്ല. നിന്റെ അടുത്ത് ഫോൺ എടുത്തവളെ വിളിക്കാനാ പറഞ്ഞേ. മുടി വിട്, വിളിക്കാം. ഹലോ, ആ എന്താടി, നീ ചേട്ടൻ വന്നില്ലേ? ബർത്ത്ഡേ കളിച്ചു പൊളിച്ചോടി? എടി വരാന്നാ പറഞ്ഞേ. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ ഇറങ്ങും. അല്ല, നീ എന്താ ഇപ്പൊ വിളിച്ചേ? എടി ചുമ്മാ വിളിച്ചയാ. എടി ഇത് ചേട്ടൻ വന്നു, ഞാൻ വിളിക്കാവേ. ആ ശരിയോടി, ഓക്കെ ഓക്കെ. ബർത്ത്ഡേ കളിച്ചു പൊളിക്കും. ആടി ബൈ ബൈ ബൈ. ഇപ്പൊ വിശ്വാസമായോ?
അന്ന് ഞാൻ അങ്ങനെ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ അവളെ അവൻ വീണ്ടും വീണ്ടും തല്ലിയേനെ. പിന്നീട് ഞങ്ങളുടെ സംസാരം ടെലിഗ്രാം വഴിയാക്കി. ഒരു ദിവസം അവൾ എന്നെ വീണ്ടും വിളിച്ചു. അവനില്ലാത്ത സമയം നോക്കിയായിരുന്നു അത്. അവൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ കേട്ടതിലും ക്രൂരമായിരുന്നു. നീ എന്താ അതൊക്കെ എടുക്കുന്നത്? ഓഫീസിൽ പോകുന്ന നിങ്ങൾക്ക് എന്തിനാ അതൊക്കെ? നീ നിന്റെ കാര്യം നോക്കി പോടി. ഞാൻ ചോദിച്ചു കേട്ടില്ലേ, ഓഫീസിൽ പോകുന്ന നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യം? ഞാൻ പറഞ്ഞു നീ നിന്റെ കാര്യം നോക്കിപ്പോ. ഞാൻ നിങ്ങളുടെ ഭാര്യ, എനിക്കിത് അറിയാനുള്ള അവകാശമുണ്ട്. എന്താടി എന്നെ ചോദ്യം ചെയ്യാ? നീ ചോദ്യം ചെയ്യാ? കൂടുതൽ വിളച്ചെടുക്കാൻ നിൽക്കരുതിട്ടോ. ഓട്ടങ്ങി ഒതിയോടെ നിന്നോളണം. നീ നിന്റെ കഥകളും നാട് മൊത്തം പാട്ടാവും. നിന്റെ അപ്പനും സഹോദരിക്കൊന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഗതികേട് ഞാൻ ഉണ്ടാക്കിയെടുക്കും. മനസ്സിലായി നിനക്ക്? നാളെ നോക്കാം. നേരത്തെ വന്നാൽ മതി. ശരി ശരി. ഇന്ദു 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 നീ വാതിൽ തുറക്കാൻ. ഇന്ദു എന്താണ് അവിടെ? എന്താ അറിയില്ല, അവള് വിളിച്ചിട്ട് കഥ ഓർക്കുന്നില്ല. ഓത്തുപോലെ കിടന്ന് ഉറങ്ങുമായിരിക്കും. നീ ഒന്നുകൂടെ കൊട്ടി നോക്കിക്കേ. ഇന്ദു ഒരു ജോലിയും ചെയ്യത്തില്ല, 24 മണിക്കൂർ ഉറങ്ങും. നീ ഒന്ന് തട്ടി നോക്കിക്കാടാ. ഇന്ദു 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 ഉറങ്ങടാ. താളമില്ല നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടെ മെല്ലെ പൂവിടു നീ വസന്തം കാത്തിരിപ്പൂ.
പറ്റിയേ? എന്റെ പൊന്നേ, എന്റെ പൊന്നേ, എന്റെ മോക്ക് എന്താ പറ്റിയേ? ഒരു വാക്ക് എന്നോട് പറയാനോ? അമ്മയില്ലാതെ മക്കളെ അറിയിക്കാതെ എന്റെ പൊന്നിനെ ഞാൻ വളർത്തി, എന്നിട്ട് എന്നോട് അയ്യോ ഞാനെങ്ങനെ സഹിക്കേ? എന്നെ പൊന്നു, എനിക്കെന്റെ മോളെ കാണണം, എനിക്കെന്റെ മോളെ കാണണം. കൊന്നില്ലടാ അവളെ, എടാ അവളെ എന്റെ പൊന്നിനെ കൊന്നില്ലടാ, നിന്നെ ഞാൻ കൊള്ളൂടാ, കൊന്നില്ലടാ എന്റെ പൊന്നിനെ കൊന്നില്ലടാ, എന്റെ പൊന്നിനെ, എന്റെ പൊന്നോ. അവൾ ബോൾഡാണ്. അവൾ പ്രതികരിക്കും. സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ വീട് വിട്ട് അവൾ വരൂ എന്ന് വിശ്വസിച്ച ഞങ്ങളെ വിഡ്ഢികളാക്കി ഒരു ദിവസം അവൾ യാത്രയായി. ലിജിൻ്റെയും വീട്ടുകാരുടെയും പീഡനം സഹിക്കാൻ കഴിയാതെ അവൾ ജീവനൊടുക്കി. അവളുടെ വേദനയുടെ കഥകളെല്ലാം അറിയുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ മനസ്സിലൊരു നീറ്റൽ. ഇന്ദുജ എന്ന എൻ്റെ ഇന്ദുവിൻ്റെ മരണത്തിന് ലിജിനും കുടുംബവും മാത്രമാണ് ഉത്തരവാദികൾ. അല്ല, അവളുടെ മരണത്തിന് ഞാനും ഒരു ഉത്തരവാദിയാണ്. അവളുടെ കഥ കേട്ടിട്ടും അവളുടെ വേദനകളെല്ലാം അറിഞ്ഞിട്ടും ഞാൻ ചെയ്യേണ്ടിയിരുന്നത് അവളെ ആശ്വസിപ്പിക്കുക മാത്രമായിരുന്നില്ല, മറിച്ച് എവിടെ നോക്കി വിളിക്കണേ? മനസ്സായി എനിക്ക് പുല്ലാടി. എടി ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ എനിക്ക് നിന്നോട്ട് നല്ല പെണ്ണിനെ കിട്ടും. നിന്റെ അടുത്ത് ഫോൺ എടുത്തോളം വിളിക്കാനാ പറഞ്ഞ. ഇനി നക്കാപ്പിച്ച സ്വർണവും തന്നിന്റെ തന്തന്റെ തലയെ കെട്ടി വെച്ചല്ലോ നിന്നെ. വേണ്ട, അവൾ എന്റെ മോളാ. അവളെ നേരെ പൊങ്ങി നിന്റെ കൈ ഞാൻ വിട്ടെടുക്കണ്ടതാ. കൺപിടിത്തങ്ങനെ നിന്നെ കണ്ടാ? എന്റെ വീട്ടിൽ വന്ന് എന്റെ മോനെ തല്ലാൻ നിങ്ങൾക്കാരും അധികാരം തന്നത്? എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ല. ഇറങ്ങി പോടോ. നിങ്ങളൊരു അമ്മയല്ലേ? നിങ്ങളും നിങ്ങളുടെ മക്കളും എന്റെ മോളോട് ചെയ്തൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. മതിയായി ഇവിടുത്തെ പൊറുതി. നിങ്ങളെ മകനെ തല്ലിയപ്പോ നിങ്ങൾക്ക് നൊന്തല്ലേ? നിങ്ങൾ എല്ലാരും കൂടി ഇന്ദുവിനെ ഇവിടെ കഷ്ടപ്പെടുത്തിയതേ. അവളെല്ലാം ഞങ്ങളോട് പറഞ്ഞു. അത് അറിഞ്ഞിട്ട് തന്നെയാ വന്നേ. നിനക്ക് തോന്നുമ്പോ തല്ലാനും പട്ടിയടിക്കിടാനോ അല്ല ഞാൻ എൻ്റെ മോളെ വളർത്തിയത്. അമ്മയില്ലാതെ ഞാൻ വളർത്തിയ പൊന്നുമോളാ. അവൾക്കൊരു റൂമുണ്ട്. മരണം വരെ അവളെ നോക്കാൻ എനിക്കറിയാം. നിന്നെ പോലെ ഒരു നട്ടലില്ലാത്തവന്റെ കൂടെ കഴിയുന്നില്ല. അതാ അച്ഛൻ പോയി ഇന്ദുവിനെ വിളിച്ചിട്ട് വാ.
ഇന്ദു, അന്ന് ഞാനങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, നിന്നെ തിരിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ, ഇന്ന് നീ ജീവനോടെ ഉണ്ടായനെ, എൻ്റെ ഒപ്പം, നിന്റെ കുടുംബത്തോടൊപ്പം. ഞാൻ ചെയ്തത് തെറ്റാ. നീ ഇത്ര വേഗം ഞങ്ങളെ വിട്ടുപോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലടി. നീ ഒരു നഷ്ടമാണ്. ഇനി എന്നും ഞങ്ങളുടെ തീരാ നഷ്ടം. സോറി ഡി, സോറി. എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് പ്രതീക്ഷയുടെ ചെറിയ കണിക പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് മുന്നിൽ തെളിക്കും. ആ പ്രതീക്ഷാ കണികയെ തിരിച്ചറിയുക. സ്വയം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് പ്രപഞ്ചം തന്നെ വിധിയെഴുതും. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല.